യതഃ സർവാണി ഭൂതാനി പ്രതിബന്ധി സ്ഥിതാനി ച യത്രൈവോപശമം യാന്തി തസ്മൈ സത്യാത്മനേ നമഃ. സർവാണി ഭൂതാനി യതഃ പ്രതിഭാന്തി, എല്ലാ ഭൂതങ്ങളും, ഭൂത ഭൗതിക പ്രപഞ്ചം, പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, പഞ്ചഭൂതങ്ങൾ, പഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങള്, ദേവതകള്, ഇന്ദ്രിയങ്ങള്, സ്ഥൂലമായി പ്രപഞ്ചം, നമ്മൾ കാണുന്ന ഭൂമിയല്ല ഭൂതഭൂമി, നമ്മൾ കാണുന്ന എന്ന് വിചാരിക്കുന്ന, അറിയുന്നുവെന്ന് വിചാരിക്കുന്ന ആകാശമല്ല സൂക്ഷ്മഭൂതമായ ആകാശം. അതിസൂക്ഷ്മമായ ആത്മാബോധം, അതിൽ തന്നെയുള്ളൊരു സർജനം കൊണ്ട് ചലിച്ച്, മായ കൊണ്ട്, ലീല കൊണ്ട് ക്രീഡ കൊണ്ട് എന്നൊക്കെ അതിന് പദം. അത് ആ തലത്തിലെത്തുമ്പോൾ മനസ്സിലാകുന്നതും അതുവരെ ഈ ശബ്ദം മാത്രം പഠിക്കേണ്ടതുമാണ്. അതെന്താണെന്ന് ചോദിച്ചോ എന്താണെന്ന് പറഞ്ഞോ ഒന്നും മനസ്സിലാവില്ല എന്ന് ആദ്യം അങ്ങ് പഠിക്കുക. അപ്പൊ പിന്നെ നമുക്ക് എളുപ്പമായി. തൽക്കാലം ഉപാസനയിലൂടെ കുറെ കഴിയുമ്പോൾ മനസ്സിലാവുമെന്ന് അങ്ങ് ഉറച്ച് തീരുമാനിക്കുക. നമ്മൾക്കിപ്പോൾ കൺസീവ് ചെയ്യാവുന്ന ഒരാശയമല്ലത് എന്ന് വിചാരിക്കുക. എങ്ങനെയാണ് ഈ ചലനം ഉണ്ടായത്? അത് അതിപ്രശ്നം എന്നാണ് അതുകൊണ്ട് ആചാര്യന്മാർ പറയുക. ആ ബോധത്തിൽ ചലനമുണ്ടായി. ചലനം ഉണ്ടാകും എന്നത് നമുക്ക് സമ്മതമാണ്. കാരണം നമ്മൾ വെറുതെ പോയി ഒരിടത്തിരുന്നാൽ മതി. നമ്മുടെ ബോധത്തിൽ ചലനം ഉണ്ടാവും. ആരും വേണ്ട. മുറി അടച്ചിട്ടിരിക്കുന്നു. കർക്കിടക മാസത്തിലെ കറുത്ത വാവ്, കുറ്റിരുട്ട്, യാതൊരു പ്രകാശവുമില്ല. മുറിക്കകത്ത് ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവും കാണുകയോ തൊടുകയോ മണക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടല്ലാതെ എന്നിൽ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ മുഴുവൻ സർജനം ചെയ്യാം. ഭാര്യയും മക്കളും ബന്ധുജനങ്ങളും അച്ഛനും അമ്മയും സന്യാസവും ഗാർഹസ്ഥ്യവും ബ്രഹ്മചര്യവും വാനപ്രസ്ഥവുമൊക്കെ ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ലാതെ എന്നിൽ സർജനം ചെയ്യാമെങ്കിൽ എന്നിലുണ്ടാകുന്ന യാതൊരു വികാരങ്ങൾക്കും യാതൊരു വിചാരങ്ങൾക്കും യാതൊരു ഭാവമാറ്റങ്ങൾക്കും ഈ പ്രപഞ്ചം കാരണമല്ല എന്നതാണ് സത്യം. ഈ ചോദ്യത്തിന് വളരെ എളുപ്പം. വീട്ടിൽ നിന്നകന്ന് ഒറ്റയ്ക്ക് ഒരിടത്തൂടെ നടന്നു പോകുമ്പോൾ ആ സമയത്ത് എന്റെ അച്ഛനും എന്റെ മകനും എന്റെ മകളും എന്റെ ഭാര്യയും ഒക്കെ കടന്നു വരുന്നെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുക: അവരാരുമില്ലാത്തപ്പോഴും ഈ വരുന്നത്, എന്നെ അസ്വസ്ഥമാക്കുന്നത്, എന്നെ സന്തോഷിപ്പിക്കുന്നത് അവരാരുമില്ലാഞ്ഞിട്ടാണെങ്കിൽ അവരുള്ളപ്പോൾ സന്തോഷിപ്പിക്കുന്നതും അവരല്ലല്ലോ. കുറച്ച് വിഷമല്ലേ? കുറച്ച് വിഷമമാണ്. തൂത്തുക്കുടിക്ക് പോയ അയ്യർ തൂത്തുക്കുടിയിലെത്തി കപ്പലിൽ കയറുമ്പോൾ ഭാര്യയെക്കുറിച്ചും തൃപ്പൂണിത്തുറയിലെ ക്ലാസിനെക്കുറിച്ചും ക്ലാസ്സിന് വരുന്ന ആളുകളെക്കുറിച്ചും ക്ലാസ്സിന് എത്തുന്നവർക്കെല്ലാ സൗകര്യവും അവിടെ ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ചും തൂത്തുക്കുടിയിലിരുന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് ഇനി എന്താ ചെയ്യുക, ഫോൺ വിളിക്കാം, ക്ലാസ്സിന് വന്നാൽ അവിടെ ക്ലാസ്സിലെല്ലാ സൗകര്യം ഉണ്ടാവുമോ, എനിക്കിന്ന് പോകാനും പറ്റില്ല എന്ന് അയ്യർ ചിന്തിക്കുന്നുവെങ്കിൽ ക്ലാസ്സുമല്ല, ക്ലാസ്സിന് വരുന്നവരുമല്ല, അവരുടെ സൗകര്യവുമല്ല, അയ്യരുടെ മനസ്സാണത്. അങ്ങനെയാണെങ്കിൽ തന്റെ മനസ്സിതൊന്നുമില്ലാതെ, ഇതിനോടൊന്നും സ്പർശിക്കാതെ, ഇതിനോടൊന്നും ഇടപെടാതെ ഇത്രയും ദുഃഖിക്കുമെങ്കിൽ ഇവയൊക്കെ കാണുമ്പോൾ ദുഃഖിക്കുന്നതും കാണുന്ന വസ്തുക്കൾ കൊണ്ടല്ല, തന്റെ ബോധം കാരണമാണ്. വളരെ എളുപ്പമാണ്. ഇനി ഒരുപാട് കുണ്ടാവണ്ടിയൊന്നുമില്ല, സ്ട്രെയിറ്റാണ് ഈ സാധനം. ഇത് പിന്നെ കുണ്ടാവണ്ടിയാക്കുന്നത് ഞങ്ങൾക്ക് ദക്ഷിണ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ വ്യാഖ്യാനിച്ചിട്ടാണ്. സ്ട്രെയിറ്റ് സാധനം കിട്ടിയാൽ ഞങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകും. രക്ഷപ്പെട്ടാൽ പിന്നെ ഞങ്ങളെന്തോ ചെയ്യും?
ഞാൻ പുതിയ ആളുകളാണ് എപ്പോഴും പഠിക്കാൻ. നിങ്ങൾ സ്ഥിരമായ ഒരു ഓഡിയൻസ് ആണെങ്കിൽ ഇത് പഠിക്കാനുള്ളത്. ഒറ്റ ക്ലാസ്സിൽ കിട്ടി നിങ്ങൾ ഇറങ്ങിപ്പോയാൽ പിന്നെ നമ്മളിവിടെ വന്ന് ചൊറിയും കുത്തി ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ സ്ട്രെയിറ്റ് ആണ് ഈ സാധനം. മനസ്സിലാക്കാൻ ഒരുപാട് പാടൊന്നുമില്ല, നേരെ. ഇതാണ് സത്യമെങ്കിൽ എന്തിന് ഈ വിഷയപ്രപഞ്ചം എന്നിൽ സംജാതമായി? അവിടെ ജിജ്ഞാസ ഉണ്ടാവും. എനിക്കറിയണം, വെറുതെ ഇരിക്കുന്ന എന്നിൽ എന്തിനീ പ്രപഞ്ചമുണ്ടായി? തൽക്കാലം അതിനെ ഹൈപ്പോത്തസിസായി ലീല, അല്ലെങ്കിൽ മായ, അല്ലെങ്കിൽ ക്രീഡ എന്നൊക്കെ എടുക്കുക. അതിനെ ആധുനിക ശാസ്ത്രത്തിന്റെയോ ആധുനിക ദൃശ്യപ്രപഞ്ചത്തെ പറ്റിയുള്ള പഠിപ്പിന്റെയോ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാനാവില്ല. അനുഭൂതിയുടെ ഉദാത്തമായ നിമിഷങ്ങളിൽ അനുഭവപ്രധാനമായി വരിക മാത്രമേയുള്ളൂ എന്നെനിക്ക് തൽക്കാലം മാറ്റിവെക്കുക. അതൊഴിച്ചുള്ളതൊക്കെ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കിട്ടിയാൽ നമുക്ക് എളുപ്പം. അത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഇത് പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊന്ന്. ചോദ്യത്തിന്റെ അടുത്ത ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മറ്റുള്ളവരോടൊന്ന് പറയാമല്ലോ എന്ന് വിചാരിച്ച് പഠിക്കരുതെന്ന് സാരം. പലപ്പോഴും നമ്മൾ പഠിക്കുന്ന അങ്ങനെ. നമുക്കൊന്നും അനുഭവമൊന്നും വേണമെന്നില്ല. വല്ലവരും ഈ ചോദ്യം നമ്മോട് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയണം റെഡിമേഡായി. അതിനെ നമ്മൾ പലരും പഠിക്കുന്നത്. അങ്ങനെ പഠിക്കരുത്. സ്വ അനുഭവത്തിന് വേണ്ടി മാത്രമേ പഠിക്കാവൂ. അന്യനോട് പറയാൻ പറ്റട്ടെ, പറയാൻ പറ്റാതിരിക്കട്ടെ, സ്വ അനുഭവത്തിന് വേണ്ടി പഠിക്കുക. അനുഭവത്തിന് വേണ്ടി പഠിച്ച് തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയും. സൗകര്യം ഉണ്ടാവും, കേട്ടാൽ മതി. മനസ്സിലായില്ല? നമുക്ക് അനുഭവമുള്ള കാര്യം പറഞ്ഞു, നിനക്ക് അമ്പോലെ കൂടാ. രസമായി മക്കളോട് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയാണ്. മക്കളെ, ഇതെനിക്ക് അനുഭവമുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പണി ചെയ്യാം. കുറെ കഴിഞ്ഞ് വണിങ്ങി വരും തുള്ളി കളിച്ച്. അച്ഛൻ പറഞ്ഞത് ശരിയാ കേട്ടോ, കാലൊടിഞ്ഞു. പണ്ട് എന്റെ ഒടിഞ്ഞുകൊണ്ട് നിന്റെ ഒടിയണ്ടാന്ന് വെച്ച് പറഞ്ഞ അനുഭവം കൊണ്ട് പറഞ്ഞ. അപ്പൊ അതിന് കോടി ചോദിച്ച് അച്ഛൻ എങ്ങനെയാ വീണേ, വീഴുമെന്നുള്ളതിന് ഉറപ്പെന്താ? അച്ഛന്റെ കണ്ണിനന്നേരം കാഴ്ച എത്ര ഡിഗ്രിയിൽ ഉണ്ടായിരുന്നു? ഒരു കുന്തമില്ല, നീ പോയി വീഴ് എന്ന് പറഞ്ഞാൽ വിടുക, അത്ര തന്നെ. അല്ല, ഇതിന് നമ്മൾ പിന്നെ ഇതിന്റെ അവസാന ഭാഗവും കൂടെ പറഞ്ഞ് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഴുന്നതിന്റെ അനുഭവം അവന് പറഞ്ഞു കൊടുക്കാൻ ഈ ജ്ഞാനമെല്ലാം സമ്പാദിക്കുന്ന പണി അത് വേണ്ട. പറഞ്ഞ് മനസ്സിലായെന്നറിയില്ല. അതുകൊണ്ട് ഇത് പഠിക്കുമ്പോഴും ഈ പരിലാളന നമുക്കുണ്ടാവും. അതിലെ ജിജ്ഞാസ വരും. അതിനൊരു കോംപ്രമൈസും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഏതൊരു സത്യാത്മാവാണോ ഇതിന് പിന്നിൽ, ആ ബോധമാണ് ക്രീഡയാ ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നത്. എന്നിലും ഉണ്ടാക്കുന്നതാണ്, നിങ്ങളിലും ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ആ പ്രപഞ്ച പ്രതിഭാസത്തിന് കാരണമായ ബോധത്തിന്റെ തലമൊന്ന് അനുമിക്കുകയാണ്. സർവാണി ഭൂതാനി, സകല ഭൂതങ്ങളും, സൂക്ഷ്മമായ ബോധം, ആത്മാവ് ത്രസിച്ച്, വിലീനമായ ചിച്ഛക്തി ത്രസിച്ച്, ആ ബോധം ത്രസിച്ച് മനസ്സായി. മനസ്സ് പഞ്ചഭൂതങ്ങളായി. മനസ്സ് ഭാവദ്രവ്യം. പഞ്ചഭൂതങ്ങൾ അതിന്റെ ആദിമരൂപത്തിൽ മനസ്സ്. ആ മനസ്സ് പഞ്ചഭൂതമായപ്പോൾ ഭാവദ്രവ്യം ദ്രവ്യമായി. ആ ദ്രവ്യങ്ങളുടെ സമീചീനമായ ചേർച്ച ഈ പ്രപഞ്ചമായി. അങ്ങനെ പ്രപഞ്ചബോധമായി. അപ്പൊ ഏത് ഭൂതങ്ങളും, ഭൂമി മുതൽ ആകാശം വരെയുള്ള പഞ്ചഭൂതങ്ങളും, എല്ലാ ജീവജാലങ്ങളും, ഭവന്തീതി ഭൂതാനി, ഭവിച്ചവയത്രയും, എല്ലാ ജീവികളും. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവികളും പഞ്ചഭൂതങ്ങളും യാതൊന്നിൽ നിന്നും യാതൊന്നിൽ നിന്നും സത്തും പ്രകൃതിഭൂതവുമായ യാതൊരു അദ്വിതീയ പരമാത്മാവിൽ നിന്നും, അതിനെ അവിടെ ആ യാതൊന്നിൽ നിന്നും, ഇതെന്നോ അതെന്നോ വ്യവഹരിക്കാനാവാത്ത അതിൽ നിന്നും, ബോധത്തിൽ നിന്നും പ്രതിഭാന്തി, പ്രതിഭാനം ചെയ്യുന്നു. സൃഷ്ടിയുടെ ആരംഭകാലത്ത് യാതൊരു സത്തയെ നേടിക്കൊണ്ട് തന്നെ ആവിർഭവിക്കുകയും സ്ഥിതങ്ങളാവുകയും സ്ഥിതികാലത്ത് യാതൊന്നിന്റെ സത്തയോടുകൂടി തന്നെ നിലനിൽക്കുകയും എത്ര ഏവ ഉപശമം യന്തിച്ച, യാതൊന്നിൽ തന്നെ പ്രളയകാലത്ത് ആ സത്തയെ
പരിശേഷിപ്പിച്ചുകൊണ്ട് യാതൊന്നിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. മൂന്നവസ്ഥകളും ഇവിടെ പറയുക. ഒന്ന് സൃഷ്ടി, 2 സ്ഥിതി, 3 സംഹാരം. പഠിക്കുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്ന പോലെ പഠിക്കരുത്. പഠിച്ചാൽ ഇതിന്റെ ആശയം കിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിലൊന്നും വിശ്വാസവും വരില്ല. ഇതിന് ഒരുത്തൻ മരം ഉണ്ടാക്കുന്നു, ഒരുത്തൻ കല്ലുണ്ടാക്കുന്നു, അങ്ങനൊന്നും പഠിച്ചാൽ അവൻ മരിച്ചാലും ഈ കല്ലിവിടെ ഇരിപ്പുണ്ട്. ഈ ചോദ്യം വരും. അത് മീമാംസ്യമല്ലാത്ത പഠനമാണ്. പഠിക്കാൻ പോകുന്ന സമയത്ത് ഈ കെട്ടിടം ഉണ്ടായി, അങ്ങനെയാണ് ഇത് പഠിക്കുന്നതെന്ന് തോന്നുന്നു മിക്ക ആളുകളും. കെട്ടിടം ഉണ്ടാക്കാൻ ഒരു ആശാരി വേണം, ബോംബുണ്ടാക്കാൻ ഒരു ബോംബുണ്ടാക്കുന്നവൻ വേണം, തോക്കുണ്ടാക്കാൻ തോക്കുണ്ടാക്കുന്നവൻ വേണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാക്കാൻ ഒരുത്തൻ വേണ്ടേ? അപ്പൊ പിന്നെ ആ ചോദ്യത്തിനകത്ത് തന്നെ അടുത്ത ചോദ്യമുണ്ട്, അതിന് പറ്റിയ മീമാംസ്യമായ ചോദ്യമുണ്ട്, അവനെ ഉണ്ടാക്കാൻ ഒരുത്തൻ വേണ്ടേ? അതുകൊണ്ട് തന്നെ ഇത് ഗതികേടിലാവും ഈ ചോദ്യം. അങ്ങനെയൊക്കെ ഈ മതവും ദർശനവും ഒക്കെ പഠിക്കാൻ പോയതാണ് നമ്മുടെയൊക്കെ വിഡിത്തം. പഠിക്കേണ്ട പോലെ പഠിക്കാനിട്ടാണ്. ഈ ദാർശനിക സത്യങ്ങളെ പഠിക്കാൻ പോകുമ്പോൾ അതിനൊരു സമീചീനമായ പ്രകൃതിയുണ്ട്. ആ സമീചീനമായ പ്രകൃതിയെ പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും ഒന്നും പഠിക്കരുത്. ആദ്യം പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും പഠിക്കണമെങ്കിൽ അതിനുള്ള വിജ്ഞാന ശാഖകൾ അറിയണം. ഇല്ലെങ്കിൽ ആ രൂപങ്ങളൊക്കെ ബാഹ്യമായ സങ്കല്പനങ്ങളുടെ തലമായി മാറും. അവയൊക്കെ നമ്മുടെ അറിവിനെ വേറൊരു ദിശയിൽ കൂടെ വളർത്തിക്കൊണ്ടുപോവുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ബുക്ക് സ്റ്റാളിൽ ചെന്ന് കാർബൺ എന്ന മാന്ത്രികൻ എന്ന പുസ്തകം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകം വായിക്കാൻ പോകുന്നവൻ സയൻസ് പഠിച്ചിട്ടേ ഇല്ലാത്തവനാണ്. പുസ്തകം വാങ്ങിച്ചു, വീട്ടിൽ കൊണ്ടുപോയി സാക്ഷരത പുതുതായി ഉണ്ടാക്കാൻ പോകുന്ന ഒരു തന്റെ കൊടുത്തു. ഇനി പുസ്തകം വായിച്ചു. പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പോൾ ക്വിസ് മാസ്റ്റർ ചോദിച്ചു, കാർബൺ എവിടെയാ ജനിച്ചേ? ഇന്നിടത്ത് ഇന്ന ആളിന്റെ മകനായാ ജനിച്ചേ കാർബൺ. കാർബണിന്റെ ആയുസ് എത്ര കാലം വരെയാണ്? ഒടുങ്ങാത്ത ആയുസാണ്. അപ്പൊ നമ്മളെക്കാളൊക്കെ ആയുസ് കൂടുതലല്ലേ? കുറെ കാലം കഴിയുമ്പോൾ ഇവന് തോന്നും ഈ കാർബൺ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ ഉണ്ടെന്ന്. എസ് ശിവദാസ് പുസ്തകം എഴുതുമ്പോൾ കാർബൺ ഊർജ്ജതന്ത്രത്തിന്റെ സങ്കല്പനത്തിൽ കിടക്കുന്ന ഒരു വസ്തുവാണ്, അല്ലെ രസതന്ത്രത്തിന്റെ സങ്കല്പനത്തിൽ കിടക്കുന്ന ഒരു വസ്തുവാണ്. ശാസ്ത്രത്തിന്റെ സങ്കല്പനത്തിൽ കിടക്കുന്ന കാർബണെ മാനുഷീകരണം നൽകി അവതരിപ്പിക്കുകയാണ്. ആ ദാർശനിക സത്യത്തെ മാനുഷീകരണം നൽകി അവതരിപ്പിക്കുകയാണ് യഥാവിധി ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഈ കൃതിയിൽ പ്രവേശിക്കുമ്പോഴും ഇതിന്റെ ദാർശനിക സത്യത്തിന് മാനുഷീകരണം നൽകുമ്പോഴാണ് രാമനും ഭാവവും എല്ലാം രംഗപ്രവേശം ചെയ്യുന്നത്. അന്നൊരു രാമൻ ജീവിച്ചിട്ടുണ്ടാവും, ഉണ്ടാവാതിരിക്കാം. അത് രണ്ടും ഈ സത്യത്തിന് പ്രസക്തമല്ല. മനസ്സിലാവുമോന്നറിയില്ല. രാമനൊന്നും ഉണ്ടാവും, ഉണ്ടാവാം, ഉണ്ടാവണം. അതൊക്കെ നമ്മുടെ പിന്നീടുള്ള ആവശ്യമാണ്. പക്ഷെ ദർശനത്തിന് വേണമെന്നില്ല. പുരാണ കൽപ്പനകളിലെല്ലാം വരുന്ന ദാർശനിക സത്യങ്ങൾക്ക് ഊനം തട്ടുന്നത് അതിന്റെ ഔപനിഷദികമായ സന്ദേശങ്ങൾ മറന്നുപോകുമ്പോഴാണ്. അതുകൊണ്ട് പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ത്വത്തിന്റെ പരിമിതി തന്നെ അപരിമിതമായ സൃഷ്ടിയുടെ പിന്നിൽ നൽകുമ്പോൾ അപരിമിതത്വത്തിന് പിന്നിൽ നിൽക്കുന്ന സൃഷ്ടി പരിമിതമായാൽ ആ സൃഷ്ടിച്ചതും പരിമിതമായി തീരും. മനസ്സിലായില്ല? പരിമിതങ്ങളായ ഉദാഹരണങ്ങളിലൂടെ വളർന്ന് അപരിമിതമായ പ്രപഞ്ച സൃഷ്ടിയുടെ വിലാസലാസ്യങ്ങളെ അതിന്റെ പിന്നിലുള്ള രഹസ്യം തേടി പോകുമ്പോൾ അത് തന്നെ പരിമിതമാണെന്ന് കിട്ടിയാൽ നമ്മുടെ ചിന്ത തന്നെ അപൂർണമാവും. ഇത് വരാതിരിക്കാൻ ഭാരതീയനൊരു എളുപ്പവഴിയുണ്ട്. ഇവിടെല്ലാം ഭാരതീയൻ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധയോടെയാണ്. കാരണം അവിടുത്തെ പൂർവാചാര്യന്മാർ ഇതിനൊരു എളുപ്പവഴി തന്നിട്ടുണ്ട്. മറ്റെങ്ങുമില്ലാത്ത വിധം 5 കണ്ണുമടയ്ക്കാൻ. ഇതെങ്ങനെ സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് പകരം എന്നിലെങ്ങനെ ഇത് സൃഷ്ടമായി എന്ന് ചോദിക്കാൻ.
എന്നിൽ എങ്ങനെ ഇത് സൃഷ്ടമായി എന്ന് വേറൊരാളോട് ചോദിച്ചാൽ അയാൾക്കറിയില്ല. മനസ്സിലായില്ല? അയാൾക്ക് പറഞ്ഞുതരാനും പറ്റില്ല. നിന്നിൽ എങ്ങനെ സൃഷ്ടമായി എന്നൊരു ചോദ്യം ചോദിച്ചാൽ കള്ളമേ പറയുള്ളൂ. കാരണം വാക്ക് പുറത്തേക്ക് വരുമ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. ഭാര്യയോട് ഭർത്താവ് ചോദിക്കുക, നിനക്ക് എങ്ങനെ ഇപ്പൊ ഇത് തോന്നി? അത് എനിക്ക് ചുമ്മാ തോന്നിയതാണ് എന്ന് ചുമ്മാ തോന്നിയാണെങ്കിലും പറയാൻ പറ്റില്ല. ചുമ്മാ തോന്നിയാൽ ഉടനെ തന്നെ കൊണ്ടുപോയി പല ഹോസ്പിറ്റലിലും ആക്കും. അപ്പൊ അത് നിങ്ങളുടെ അച്ഛൻ തന്നെ പറഞ്ഞതാണ്, കള്ളവാ പറഞ്ഞത്. കാരണം പ്രമാണം ഉണ്ടാക്കാനാണ് നിങ്ങളുടെ അച്ഛൻ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ, അല്ല എനിക്ക് തെറ്റി, അച്ഛനല്ല പറഞ്ഞത്, അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു, അച്ഛൻ കേട്ടോന്നറിയില്ല, അടുത്ത കള്ളവായി. മനസ്സിലായില്ല? ഇങ്ങനെ പുറത്തിത് പരതി നടന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അകത്ത് ചോദിക്കുക. ഈ അറിവിന് അകത്ത് മാത്രം ചോദിക്കുക. 5 ഇന്ദ്രിയങ്ങളെയും ഉപശമിപ്പിച്ച് അകത്ത് ചോദിക്കുക, എങ്ങനെ ഇത് എന്നിൽ സൃഷ്ടമായി? എങ്ങനെ ഇത് നിലനിൽക്കുന്നു? എവിടെ ഇത് അവസാനിക്കും? എന്നിലുണ്ടായി, എന്നിൽ നിലനിന്ന്, എന്നിൽ അവസാനിക്കുന്ന എന്റെ ഈ പ്രപഞ്ചം അതടങ്ങിയിട്ട് പോരെ അന്യന്റെ പ്രപഞ്ചം അന്വേഷിക്കാൻ? ഈ ലോകത്തിലെ സമസ്ത വാസനകളും സമസ്ത ഐതിഹാസികതകളും സമസ്ത ചിന്തകളും സമസ്ത വിശ്വാസങ്ങളും സമസ്ത യുക്തികളും സമസ്ത കുയുക്തികളും സമസ്ത വിശ്വാസമില്ലായ്മയും എല്ലാം ചേർന്ന് കിടക്കുന്ന ഒരു വലിയ പ്രപഞ്ചത്തിന്റെ അധിപതിയായി അതിനെ സൃഷ്ടിച്ചും നിലനിർത്തിയും ഉപസംഹരിച്ചും ആവശ്യം പോലെ കളിക്കുന്ന എന്റെ ഈ ബോധത്തെ തന്നെ ഞാനൊന്ന് പഠിച്ച് ആ ബോധത്തിന്റെ സീമകൾ അത്രയും ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലേ ഈ ലോകത്തിൽ മറ്റുള്ളവരുടേതും? ഭ്രാന്ത് പറയുന്നു എന്ന് തോന്നുകയല്ലെന്ന് വിചാരിക്കാം. സമയൊരു കാലത്തെ ഭ്രാന്ത് പറയുന്നു എന്ന് തോന്നുകയല്ലെന്ന് വിചാരിക്കാം. ഒരു നിമിഷം കണ്ണുകൾ 5 അടച്ച് തന്റെ ഉള്ളിലേക്കൊന്ന് നോക്കുക. എത്ര ചിന്തകൾ ഇങ്ങനെ പൊട്ടി വരുന്നത്. വെറുതെ ഇരുന്നാൽ മതി. എന്തെല്ലാം പ്ലാനിങ്ങുകളാണ്, എന്തെല്ലാം പദ്ധതികളാണ്. ക്ലാസ് കേൾക്കാൻ രാവിലെ ഒരു പാർട്ടി വന്നതാണ്. അയാള് കാലത്തെ എത്തി, സുഹൃത്തിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് 2-3 കാര്യം അറിയണം. ക്ലാസ് കേൾക്കുക എന്നുള്ളതിനേക്കാൾ ഇത് ഏത് ആശ്രമമാണ്, ഇവിടുത്തെ സ്വാമി തന്നെയാണോ, വരുന്നത് ഇവിടുത്തെ സ്വാമി തന്നെയാണോ, പുറത്തുനിന്നുള്ള സ്വാമിയാണോ, മറ്റൊന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചെയ്തു വരുന്നത്. അപ്പൊ അയാളുടെ ഉള്ളിലുണ്ടായതാ ഇതെല്ലാം. ഇനി ഈ സ്വാമിമാരൊക്കെ പൊതുവെ എങ്ങനെയാണ്? ഏതോ മരുന്നിനെ കാണാൻ വന്ന കൂട്ടത്തിൽ ക്ലാസ് കൂടെ കേൾക്കാമെന്ന് വിചാരിച്ച ഇവരോടൊക്കെ വർത്തമാനം പറയാവോ? കുറെ സംശയങ്ങൾ ചോദിക്കും. മറ്റേ പാർട്ടി ഇതെല്ലാം അറിയാവുന്ന മട്ടി കാച്ചി കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ പ്രപഞ്ചം എങ്ങനെയാണ് പൊട്ടിവിടുന്നത്? എവിടെ ഇരുന്നാലും, വീട്ടിലിരുന്നാലും നാട്ടിലിരുന്നാലും ബസ്സിലിരുന്നാലും ഓഫീസിലിരുന്നാലും എത്ര പ്രപഞ്ചം നമ്മൾ ഉണ്ടാക്കുന്നത്. മര്യാദയ്ക്ക് ഈ ബോധം അവിടെ അങ്ങ് ഇരിക്കുകയും വരുന്ന പ്രപഞ്ചത്തെയൊക്കെ കാണുകയും അതങ്ങ് ചെയ്തു തീർക്കുകയും ചെയ്താൽ ഈ പ്രപഞ്ചം ഉപസംഹരിക്കും എന്നുള്ളതല്ലേ വസ്തുത. ഇങ്ങോട്ട് വന്നു കയറുന്നതെല്ലാം ഉപശമിപ്പിക്കുക, ഒരു പ്രപഞ്ചവും പുതുതായി സൃഷ്ടിക്കാതിരിക്കുക. സൃഷ്ടിച്ചു വെച്ചതൊക്കെ ജന്മജന്മാന്തരങ്ങളുടേതായി കയറി വരുന്നത്. ഇനിയും ഇതിന്റെ കൂടെ പൂർവജന്മാർജിതങ്ങളായി ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. പൂർവജന്മാർജിതമായി ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ഈ പരിചയങ്ങൾ ഉണ്ടാകുന്നത്. പൂർവജന്മാർജിതമായി ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ഈ കൂട്ടുകെട്ടുകൾ. പൂർവജന്മാർജിതമായി ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ഈ ഭാര്യയും ഭർത്താവും മക്കളും അച്ഛനും അമ്മയും ഗുരുവും ശിഷ്യനും സന്യാസവും ബ്രഹ്മചര്യവും വാനപ്രസ്ഥവും വാർദ്ധക്യവും എല്ലാം. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണെങ്കിൽ ഇത്രയും ഉണ്ടാവില്ല. അനേക ജന്മങ്ങളിലൂടെ സംസിദ്ധമായി എന്നോ തുടങ്ങിയതിന്റെ ബാക്കിയായി തുടരുന്നു. ഡ്രൈവറായിട്ട് എന്നോ പോകുമ്പോൾ ഏതോ വർക്ക്ഷോപ്പിൽ കയറി ഏതോ സമയത്ത് നോക്കി നിന്നപ്പോ ആ നോക്കി നിന്ന ബോധം നമ്മുടേതായി തീരാതിരിക്കുകയും തീരണമെന്ന് ആഗ്രഹിക്കുകയും അവൻ വാങ്ങിച്ച പൈസ കൂടുതലാണെന്ന് തോന്നുകയും
അവൻ ശരിയല്ല ചെയ്തതെന്ന് തോന്നുകയും ഒക്കെ ചെയ്തപ്പോഴുണ്ടായ അവനോടുള്ള വേദന നമ്മളിൽ സൃഷ്ടിന്മുഖമായി തീർന്നപ്പോൾ ഈ ശരീരം മെക്കാനിക്കിന് പറ്റില്ലെങ്കിൽ ഈ ശരീരം കളഞ്ഞ് നാളെ മെക്കാനിക്കായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ആ മെക്കാനിക്കായിട്ട് പണി തീർത്താൽ നമുക്ക് എളുപ്പമായി. മെക്കാനിക്ക് വീണ്ടും ഡ്രൈവറാകാൻ തുടങ്ങിയാൽ മനസ്സിലായില്ല. കർമ്മം അതിന്റെ ഏറ്റവും സുതാര്യമായി ചെയ്യാവുന്നത് നമ്മൾ പൂർവ്വജന്മാർജിതമായി സമ്പാദിച്ചു വെച്ച കർമ്മങ്ങൾ കടന്നു വരുമ്പോൾ അതിലേക്ക് പുതിയ സങ്കല്പനങ്ങളുടെ കർമ്മങ്ങൾ ഇടുമ്പോൾ വർത്തമാന സങ്കല്പനങ്ങളുടെ കർമ്മങ്ങളും പൂർവ്വജന്മാർജിതമായ കർമ്മങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് ഈ ജീവിതം. ഇതെങ്ങനെ സമീചീനമായി ഉപസംഹരിക്കാം? അതിന് സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും രഹസ്യം കൃത്യമായി അറിയണം. എവിടെ നിന്നറിയും? തന്റെ ബോധസീമയിലേക്ക്, തന്റെ ബോധസത്തയിലേക്ക്, തന്നിലേക്ക്, അവിടെ സൃഷ്ടിരൂപമായി നിലകൊള്ളുന്ന ബോധത്തിലേക്ക്, അവിടെ സ്ഥിതിരൂപമായി നിലകൊള്ളുന്ന ബോധത്തിലേക്ക്, അതിൽ സംഹാരരൂപമായി നിലകൊള്ളുന്ന ബോധത്തിലേക്ക്. അപ്പൊ ഏതൊരു ബോധസത്തയാണോ അനന്ത സൃഷ്ടികളായി എന്നിൽ നിലകൊള്ളുന്നത്, ഏതൊരു ബോധസത്തയാണോ സ്ഥിതിരൂപമായി വൈഷ്ണവ ശക്തിയായി അത് നിലനിർത്താൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ബോധങ്ങളായെല്ലാം നിൽക്കുന്ന, എന്റെ കയ്യിലുള്ളത് നിലനിർത്തണം, എനിക്ക് സ്ഥിതി ചെയ്തേ പറ്റൂ. പാലനം, സൃഷ്ടി. എന്തിന് പാലനം ചെയ്യണം അറിയില്ല, എന്തിന് സൃഷ്ടിയുണ്ടായി അറിയില്ല, എന്തിന് ഉപസംഹരിക്കണം അതും അറിയില്ല. ഇവിടെയാ സംഘർഷം. എനിക്കുണ്ണാൻ, എനിക്കുറങ്ങാൻ എത്ര ദിവസം നിങ്ങളുണ്ടാക്കിയ വീട്ടിൽ നിങ്ങൾ സ്വസ്ഥമായി കിടന്നുറങ്ങിയിട്ടുണ്ട്? എത്ര ആഹാരം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയത് ആനന്ദത്തോടെ കഴിച്ചിട്ടുണ്ട്? എത്ര വസ്തുക്കൾ നിങ്ങളുടേതെന്ന് മുദ്രയടിച്ചത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്? അപ്പൊ നിങ്ങൾ ഏതാണ്? ചോദ്യം മനസ്സിലായില്ല. ഉത്തരം വളരെ ക്ലിയറാണ്. എനിക്ക് ഞാനുണ്ടാക്കിയത് പ്രയോജനപ്പെട്ടതിനേക്കാളെല്ലാം പ്രയോജനപ്പെട്ടിട്ടുള്ളത് വല്ലവരും ഉണ്ടാക്കിയതാണ്. എന്നിട്ടും ഞാനുണ്ടാക്കിയതാണ് എന്റെ പ്രയോജനമെന്ന് ധരിക്കുന്നവനാണ് ഞാൻ. ശരിയല്ല? ജീവിതകാലം എടുക്ക്, തുടക്കം മുതൽ ഇവിടം വരെയുള്ള ജീവിതകാലം എടുക്ക്. 50, 25, 30, 40, 90, 70 കാലങ്ങൾ എന്റെ എന്ന് മുദ്ര അടിച്ച വസ്തുക്കളും ഞാനുമായുള്ള പാരസ്പര്യത്തിൽ അവ പ്രയോജനപ്പെട്ട നിമിഷങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടേതായി മുദ്രകുത്തിയ ഭാര്യ നിങ്ങളെ നോക്കിച്ചിരിക്കുകയും നിങ്ങൾ അവരെ നോക്കിച്ചിരിക്കുകയും ചെയ്ത് സന്തോഷമായി ജീവിച്ചു. പുറത്തുള്ളവർ എത്ര കാലം നിങ്ങൾക്ക് സന്തോഷം തരികയും നിങ്ങൾ അവർക്ക് സന്തോഷം കൊടുക്കുകയും ചെയ്തു. തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഞാൻ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് തല്ലുമെന്നാവും. എത്ര പ്രാവശ്യം നിങ്ങളുടേതാണെന്ന് വിചാരിക്കുന്ന ഭർത്താവിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം കിട്ടുകയും നിങ്ങൾ അവരെ നോക്കുകയും അവർ നിങ്ങളെ നോക്കുകയും ചിരിക്കുകയും ചെയ്തു. പുറത്ത് നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ പരിചയക്കാരൻ, പുറത്തുള്ളവർ, ഔദ്യോഗിക തലങ്ങളിൽ ബന്ധപ്പെട്ടവർ ഒക്കെ എത്തുമ്പോൾ ഇതൊന്നും കൊടുക്കാതെ എത്ര നിമിഷം ആനന്ദം കിട്ടി? എന്റെ എന്ന മമതയോടുകൂടി കൊരുത്തുവെച്ച വസ്തുജാലങ്ങളിൽ പലതും എനിക്ക് ആവശ്യമാകുന്ന സന്ദർഭങ്ങളിൽ പ്രയോജനപ്പെട്ടതിന്റെ ഒരു എണ്ണം എടുക്കുക. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണല്ലോ കറക്റ്റ്. എന്റെ മക്കൾ, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന, എനിക്ക് പ്രയോജനപ്പെടുമെന്നൊക്കെ ശഠിച്ച് ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എന്റെ മക്കൾ, അവർ പ്രയോജനപ്പെട്ടതും വല്ലവന്റെയും മക്കൾ അയൽവക്കത്തുള്ളത് പ്രയോജനപ്പെട്ടതും ആകെ ഒരു കണക്കിലുണ്ട്. ഈ കണക്കിന്റെ അവസാനത്തെ ഉത്തരം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമോ വ്യത്യസ്തമായിരിക്കുമോ? ഒരുപോലെ ആയിരിക്കും അല്ലേ? ഒരുപോലെ ആയിരിക്കും, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതിന് ഏറ്റക്കുറച്ചിലുണ്ടാവും, ആ വ്യത്യാസം കാണും, അത് സമ്മതിക്കാം. പക്ഷെ ഉത്തരം ഏതാണ്ട് പറഞ്ഞാല് അച്ഛൻ അമ്മയെ തല്ലും,
പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയുടെ ബാക്കി തിന്നുമെന്ന് പറഞ്ഞ പോലെ സത്യമല്ലേ? ശരി, മനസ്സിലാകാത്തോണ്ടല്ലോ. അവിടെ നമുക്ക് ഒന്നുകൂടെ നോക്കാം, സൂക്ഷിച്ച്. നമ്മളുടെ ബോധസീമ ചലിച്ചുണ്ടാകുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ചലനവും അത് ആവിർഭവിക്കുന്ന സത്ത പ്രപഞ്ചമായി പ്രതിഭാസിക്കുന്ന തലവും സത്ത പോഷണമായി നിലനിൽക്കുന്ന തലവും ഞാൻ ഉണ്ടാക്കിയ പലതും നിലനിർത്തണം. എന്തിന്? എനിക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ കൂടി നിലനിർത്താൻ വേണ്ടി എന്റെ ബോധവും എന്റെ പ്രയത്നവും എന്റെ പണവും എല്ലാം ഞാൻ ധനവ്യയം ചെയ്യുമ്പോൾ യാതൊരു പ്രയോജനവും വർത്തമാനകാലത്തിൽ ഇല്ലാത്തതിന് വേണ്ടി നിലനിർത്താനുള്ള എന്റെ ബോധസീമയുടെ തത്രപ്പാട് എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിന്റെ പ്രഹേളികയായിരിക്കില്ലേ? നിങ്ങൾ നിലനിർത്തിപ്പോരുന്ന പലതും അതിന്റെ പ്രയോജനം തീർന്നുവെന്നും ഇനി അത് പ്രയോജനപ്പെടില്ലെന്നും വന്നാൽ കൂടി നിലനിർത്തേണ്ടത് ഒരു ബാധ്യതയാണ് എന്നറിഞ്ഞ് ദുഃഖത്തോടുകൂടി നിലനിർത്തുകയല്ലേ? മനസ്സിലാകാത്തത് കൊണ്ടുള്ള നിശബ്ദതയോ കൂടുതൽ മനസ്സിലായിപ്പോയത് കൊണ്ടുള്ള നിശബ്ദതയോ ഏതായിരിക്കും? അത് തന്നെ എന്റെ ഏറ്റവും വലിയ ദുഃഖം. കാരണം ഒരു ഭാഗത്ത് പഠിച്ച സാമ്പത്തിക ശാസ്ത്രമൊക്കെ അനുസരിച്ച് ലാഭമുള്ളതേ നിലനിർത്താവൂ, അല്ലാത്തതൊക്കെ വൈൻഡപ്പ് ചെയ്യണം. അല്ലേ? അതാണ് സാമ്പത്തിക ശാസ്ത്രം, വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനീസ്. അല്ലെ? കൊമേഴ്സിലോ മറ്റും അങ്ങനെ പഠിച്ചു കൊണ്ടുപോകും. കമ്പനിയൊക്കെ ആ സ്റ്റേറ്റ് വൈൻഡപ്പ് ചെയ്യണം. ഉപഭോക്താവിന് യാതൊരു പ്രയോജനമില്ല, ഇതൊരു ഭാരവുമാണ്. പക്ഷെ അങ്ങനെ അങ്ങ് വിടാവോ? അങ്ങനെ അങ്ങ് വിടാവോ? എന്നാലും ഇതൊക്കെ ഒരു സ്മാരകം പോലെയെങ്കിലും നിലനിർത്തണ്ടേ? സ്കൂളിൽ പിള്ളേരില്ല, അധ്യാപകരില്ല. പിള്ളേരുമില്ല, അധ്യാപകരുമില്ല, നടത്തിയാൽ ലാഭകരുമില്ല. നല്ലത് നിർത്തലാക്കോ? ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ബോധവും? മനസ്സിലായില്ല? പ്രായമായ അച്ഛൻ, പ്രായമായ അമ്മ, ഇനി അതിന് വലിയ സാമ്പത്തിക ലാഭമൊന്നുമില്ല, നഷ്ടമേ ഉള്ളൂ. ഇതിനെ കൊണ്ടുപോയി ഇടയ്ക്കിടയ്ക്ക് സ്പെയർ പാർട്ടൊക്കെ മാറിയിടണം, നമ്മുടെ സമയം മുഴുവൻ പോവും, പാർട്ടിനുള്ള പൈസ മുടക്കണം. കാരണം ഈ സ്പെയർ പാർട്ടിയുടെ കൊണ്ടുപോകുന്ന ഈ സ്പെയർ പാർട്ട് മാറിയിടുമ്പോഴുള്ള ചാർജൊക്കെ ഭയങ്കരമായിട്ടോ. മെക്കാനിക്കൽ ഡിവൈസസ് ഒക്കെ അത്രയും വളർന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആകെ ഭാരമാണ്. എന്നാലും ഇത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അല്ല, വേണ്ട. അപ്പൊ പാലനം, അപ്പൊ ബോധം, നമ്മുടെ ബോധം ചിച്ഛക്തി വിലീനമായി കിടന്നത് ഊർജപ്രസരം പോലെ ത്രസിച്ച് പ്രപഞ്ചമായി വികസിച്ചു വന്ന് ആ പ്രപഞ്ചം നിലനിർത്താനുള്ള തത്രപ്പാട്, അതിൽ തന്നെ നിഹിതമായിരിക്കുന്നൊരു ബോധം കൊണ്ട് അത് ഉപശമം വരാനുള്ള തത്രപ്പാട്, സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അതിൽ തന്നെ നിഹിതമായിരുന്നു കൊണ്ട് സൃഷ്ടിക്ക് വേണ്ടിയും സ്ഥിതിക്ക് വേണ്ടിയും സംഹാരത്തിന് വേണ്ടിയുമുള്ള തത്രപ്പാടിൽ പുതിയ പുതിയ സൃഷ്ടികൾക്ക് വേണ്ടിയുള്ള തത്രപ്പാട്, അനുസ്യൂതവും അനന്തവുമായ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ആഭ്യന്തരവും ബാഹ്യവുമായ പരിലാളനകളാണ് ഞാൻ എന്ന ബോധം. അപ്പോൾ ഞാനെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഞാനല്ല, ഞാൻ സമഗ്രമായ മറ്റൊരു ഞാനാണ്. എന്റെ ഈ സമഗ്രമായ ഭാവത്തെ ഉൾക്കൊള്ളാതെ എന്നെ ഞാൻ അറിയുന്നില്ല. ഞാനെന്നെ അറിയും സന്യാസിയായി. ജാഗ്രത്തില് സന്യാസിയാണെന്ന് അഭിമാനിച്ച് സന്യാസം സ്വീകരിച്ച് ഞാൻ എന്റെ സ്വപ്നങ്ങളിൽ സന്യാസിയാണോ?
എന്റെ എല്ലാ ഇടപെടലുകളിലും ഞാൻ സന്യാസി തന്നെയാണോ? ഞാനും ലോകവും സന്യാസത്തെ സങ്കല്പിച്ച് എനിക്ക് തരുമ്പോൾ എന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലെല്ലാം സന്യാസത്തിന്റെ അനുസ്യൂതത നിലനിൽക്കുന്നുണ്ടോ? ഇതുപോലെ തന്നെ ഞാൻ ഗൃഹസ്ഥനാകുമ്പോൾ 100% ഗൃഹസ്ഥനായി മാത്രം ഞാൻ നിലകൊള്ളുന്നുണ്ടോ? എന്റെ ബോധം ഗാർഹസ്ഥ്യത്തിന്റെ സീമയ്ക്കുള്ളിൽ നിന്ന് മര്യാദയോടുകൂടി ആ വാസനകളെ ഉച്ചാടനം ചെയ്ത് പൂർണ്ണതയോടുകൂടി അതിന് ഉപശമം വന്ന് ശാന്തമായി കടന്നു പോകുന്നുണ്ടോ? ആ ഗൃഹസ്ഥനിൽ തന്നെ ഞാൻ അമ്മയാകുമ്പോൾ അമ്മ എന്ന തലത്തിൽ മാത്രം ഞാൻ നിലകൊള്ളുന്നുണ്ടോ? മകളും ഞാനുമായുള്ള സംഭാഷണ വേളകളിൽ ഞാൻ അമ്മ എന്നതിനേക്കാൾ മകളായിത്തീരുന്നുണ്ടോ ചിലപ്പോഴെങ്കിലും? ഇങ്ങനെ ഇതിനകത്തുനിന്ന് പൊട്ടി വരുന്ന 1000 ചോദ്യം ഉണ്ടാവും. ഈ ചോദ്യങ്ങളെല്ലാം പിന്നീട് വരുന്നതിൽ പഠിക്കാനുണ്ടാവും. അതുകൊണ്ട് ഏത് മംഗളാചരണത്തിലും ആ പുസ്തകത്തിലെ മുഴുവൻ ആശയവും ഭംഗ്യന്തരേണ കോർത്തിട്ടുണ്ടാവും. 3 വാക്കുകൊണ്ടാണ് ഇവിടെ കോർത്തിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാര്യങ്ങളുമായി ഇവിടെ പഠിക്കാൻ പോകുന്നത്. അവിടെ ആത്മാവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും ഈ പ്രപഞ്ചവും ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ ശക്തികളും ഒക്കെ ഇതിനകത്തെ വിഷയമാണ്. അവിടെ ശുഭേച്ഛയും സുവിചാരണയും തനുമാനസയും സത്താപത്തിയും അസംസക്തിയും പദാർത്ഥാഭാവനയും ഇതിലെ ചർച്ചയാണ്. അവിടെ സമസ്ത മാനവ കർമ്മങ്ങളും ഇതിലെ വിഷയമാണ്. അതെല്ലാം ഏകവും അദ്വയവുമായ ബോധം സൃഷ്ടിയും സ്ഥിതിയും സംഹാരവുമായി പിരിഞ്ഞതായി ആദിമ രൂപത്തിൽ തന്നെ കാണിക്കുമ്പോൾ ആ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവുമായി പരിണമിച്ച് നിൽക്കുന്ന ആ സത്യാത്മാവിനെ തന്നിൽ അധ്യാരോപിതങ്ങളായ സർവഭാവങ്ങളുടെയും പരമാർത്ഥ സ്വരൂപവും സർവപ്രാണികളെയും യഥാർത്ഥത്തിലുള്ള ആത്മാവുമായിരിക്കുന്ന ആ പരബ്രഹ്മത്തെ, ആ ബോധത്തെ തസ്മൈ സത്യാത്മനെ നമസ്കാരം. അപ്പൊ കേവലമായ അനാദിയും അനന്തവുമായ സ്വച്ഛമായ സത്യസ്വരൂപമായ ആ ബോധത്തെ നമസ്കരിച്ച് ഇനി നിർവിഘ്നം ഈ ചർച്ച കൊണ്ടുപോകാൻ, നിർവിഘ്നം ഇത് പഠിക്കാൻ, നിർവിഘ്നം ഇത് പഠിപ്പിക്കാൻ എന്റെ ബോധവും അവരന്റെ ബോധവും ഈ പ്രപഞ്ചാത്മാവുമായി നിലകൊള്ളുന്ന ഏതൊരു ബോധസത്തയാണോ ഏകവും അവ്യയവുമായിരിക്കുന്നത് അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥന. അതിന് പേര് ഏത് വേണേടാം. ചില ഗ്രന്ഥങ്ങൾ പേരിട്ടിട്ടുണ്ട്, വാസുദേവൻ എന്ന് പേരിടും, ചിലതിൽ രാമൻ എന്നിടും, ചിലതിൽ കൃഷ്ണൻ എന്നിടും, ചിലതിൽ ഗോപാലൻ എന്നിടും. ഇവിടെ പഠിക്കുന്നവൻ രാമനാണ്. ഈ പുസ്തകം പഠിക്കാൻ നമുക്ക് 2 പരിമിതിയുണ്ട്. ഇതിലെ പഠിതാവായ രാമൻ ദുഃഖിയാണ്. അതീവ ദുഃഖിതനാണ്. ആ ദുഃഖത്തില് അദ്ദേഹം ചിന്താകുലനാണ്, ശങ്കാകുലനുമാണ്. മനഃശാസ്ത്രത്തില് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ന്യൂറോസിസിന് വിധേയൻ തന്നെയാണ്. അതുകൊണ്ട് ഈ പുസ്തകമൊക്കെ പഠിക്കേണ്ട കാലം കഴിഞ്ഞു, ഇനി പഠിക്കാൻ കൊള്ളുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഈ രാമൻ എന്ന പേര് പറയുന്ന രാമൻ നമ്മെ സംബന്ധിച്ചിടത്തോളം അവതാരമൂർത്തിയായ രാമനാണ്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ നിലനിർത്തിയ സങ്കല്പത്തിന് വിപരീതമാവും. അങ്ങനൊരു പരിമിതി ഇതിനുണ്ട്. അതുകൊണ്ട് കേൾക്കുന്ന ഓരോ ശബ്ദവും നമ്മളിൽ കുഴപ്പങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നത് ഒന്നും പഠിക്കാത്തവർ പഠിക്കുന്നതാണ് നന്ന്. പഠിച്ചവർ പഠിച്ചാൽ അപകടമാണ്. സെൻ ബുദ്ധിസ്റ്റുകൾ പറയുന്ന പോലെ ഒരു സെൻ ബുദ്ധിസ്റ്റ് ധ്യാനഗുരുവിന്റെ അടുക്കൽ അയാൾ പഠിക്കാൻ ചെന്നു. ധ്യാനഗുരു നോക്കിയപ്പോൾ അദ്ദേഹം വലിയൊരു പ്രൊഫസറാണ്. അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. ഗുരു തന്റെ ശിഷ്യനെ വിളിച്ചു പറഞ്ഞു, ചായ കൊണ്ടുവരാൻ പറഞ്ഞു. ശിഷ്യന് വളരെ നന്നായി അറിയാം, ഗുരുവിന്റെ ഇംഗിതം അറിയാവുന്നതുകൊണ്ട് 2 കപ്പും ഒരു ജഗ് നിറച്ച് ചായയും കൊണ്ട് ഗുരു ആ ചായ മേശയുടെ പുറത്ത് വെച്ച് ഇരിക്കുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ ആ കപ്പിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. കപ്പ് നിറഞ്ഞിട്ടും അദ്ദേഹം ഒഴിക്കൽ നിർത്തിയില്ല.
ആ ഇരിക്കുന്ന അതിഥിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഒഴിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ചായക്കൊപ്പം നിറയുകയും മേശയുടെ വിരിയിൽ ചായ വീഴുകയും അത് നനഞ്ഞ് താഴേക്കൊഴുകി തന്റെ കാൽച്ചുവട്ടിലേക്ക് ചായ വീണ് അത് ഒഴുകി വരികയും ചെയ്യുന്നത് വളരെ ഭയത്തോടുകൂടിയോ ദുഃഖത്തോടുകൂടിയോ നോക്കിയിരുന്നുകൊണ്ട് ഇയാൾക്ക് യാതൊരു വിവരവുമില്ലല്ലോ എന്ന് ധരിച്ച് ഇയാളെ എന്താ ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുന്ന മാത്രയിൽ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അവസാനം സൈക്യം വയ്യാതായപ്പോ ചോദിച്ചു, നിങ്ങൾ എന്ത് അസംബന്ധമാണ് ഈ കാണിക്കുന്നത്? ആ നിറഞ്ഞ ചായക്കോപ്പയിൽ വീണ്ടും ഒഴിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങൾ ചോദിച്ചത് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത് അത്രയുമാണ് നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണെന്ന് പറഞ്ഞ് വിടുകയാണ് ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാൻ ചെയ്യേണ്ടത്. ശരിയല്ലെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ നിറഞ്ഞാണിരിക്കുന്നത്. നിറഞ്ഞതിലെങ്ങനെ നിറഞ്ഞു? ഈ പുസ്തകം പഠിക്കാൻ പോകുമ്പോഴും നമ്മൾ പഠിക്കാൻ പോകുന്ന രാമൻ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. നമ്മൾ രാമായണത്തിലൂടെയും മറ്റു പുരാണങ്ങളിലൂടെയും നമ്മളുടെ സംസ്കൃതിയിലൂടെയും നമ്മളുടെ ധ്യാന ദേവതാ സങ്കല്പങ്ങളിലൂടെയും രൂപപ്പെടുത്തിയ ക്ഷേത്രങ്ങളിലും ക്ഷേത്രോപാസനകളിലുമൊക്കെ നിലനിൽക്കുന്ന രാമനല്ല ഇതിലെ ഇതിവൃത്തമായ രാമൻ. ഇത് വേറൊരു രാമൻ. മനസ്സിലായി? എന്നിട്ട് വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ പഠിക്കാനാവില്ല. മറ്റേ രാമൻ വളരെ ഉയർന്ന വേറൊരു രാമൻ. ആ രാമനും ഈ രാമനുമായി ബന്ധമൊന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പഠിക്കുക നല്ലത്. കരണീയവും അതാണ്. മറിച്ച് ആ രാമൻ തന്നെ ഈ രാമൻ, ആ രാമൻ ഇങ്ങനെയായിരുന്നു അല്ല, ഇത് വേറൊരു രാമൻ. ഇത് ദശരഥന്റെ പുത്രനായ ഒരു രാമൻ. മറ്റൊരു സ്വാമി അത് വേറൊരു ദശരഥന്റെ പുത്രൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും. ചിലപ്പോൾ അത് കൈക്രിയോളം വരെ എത്തും. ഇപ്പൊ ഞാൻ പുറകോട്ട് പോകുമ്പോൾ വാതിലും നോക്കിയിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ്, രണ്ടാം നിലയുമാണ് അല്ലേ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കാരണം മുമ്പോട്ട് പോകാനുള്ള വഴിയിലാണ് നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. നിങ്ങൾ എഴുന്നേൽക്കുകയും കൈക്രിയായിട്ട് വരികയാണെങ്കിൽ രാമകൃഷ്ണദേവൻ അല്ലാതെ വേറൊരാൾ രക്ഷിക്കാനില്ല. പുറകെ ചാടി ഓടാനും നിർത്തിയില്ല. ആ വാതിൽ അതിൽ ഉടഞ്ഞ് ഈ വാതിൽ ഉടഞ്ഞു. ഇതിലിറങ്ങിയാൽ പോകാൻ വഴിയുണ്ടോ? അവിടെ ഒരു വാതിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അവിടെ ആളുകൾ ഇരിപ്പുണ്ട്. അവര് നിങ്ങളെക്കാളൊക്കെ ഭയങ്കരന്മാരുമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഓർക്കുക, നമ്മളിതിൽ പഠിക്കുന്ന രാമൻ ഉദാസീനനായി, കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തവനായി, ദുഃഖം ബാധിച്ചവനായി, കൃപണനായ രാമൻ. വാൽമീകി തന്നെ പറയുന്നത് ഇവിടെ കൃപണോനസരാഘവ എന്നാണ്. കാർപ്പണ്യം കൊണ്ട് ഉപഹത സ്വഭാവനായി ഗുരുവായിരിക്കുന്ന വസിഷ്ഠനെ വന്ന് നമിച്ചു നിൽക്കുന്ന രാമൻ. അപ്പൊ ആ തലത്തിലുള്ള രാമന് ഉപദേശം കൊടുക്കുന്നതിന് മുമ്പ് രാമനും വസിഷ്ഠനും ചേർന്ന് നടത്തുന്ന ഉപചാരമാണ് ഈ സ്തുതി നെടുക. ഗുരുവായ വസിഷ്ഠൻ രാമന് കൂടി മാതൃകയാകാൻ വേണ്ടി നടത്തുന്ന ഉപചാരമായി എടുക്കാം. പഴയ ഗുരുക്കന്മാരെല്ലാം സാമ്പ്രദായികമായി ആ ഗുരുവന്ദനം നടത്തിയിട്ട് മാത്രമേ, കാരണം ഗുരുവിൽ നിന്ന് വാക്കുകൾ ഉണ്ടായാൽ മാത്രമേ ഈ നോളജ് ഇങ്ങനെ കടന്നുപോകുള്ളൂ. ഇതവർക്ക് നിശ്ചയമാണ്. അതിന്റെ പേര് നടത്തുന്നതാകാം. അവ പരബ്രഹ്മത്തിന്റെ ഏറ്റവും കേവലമായ ആ പരമാർത്ഥത്തിലുള്ള സത്യസ്വരൂപം ഉൽപ്പത്തിയായി, സ്ഥിതിയായി, സംഹാരമായി, വ്യാവഹാരികമായി എങ്ങനെ പ്രതിഭാസിച്ചു, സനാതനമായ സത്യം എങ്ങനെ പ്രതിഭാസിച്ചു, അതെങ്ങനെ ഇനി ഉപശമം വരും, ആ ബ്രഹ്മത്തെ ഞാൻ നമിക്കുന്നു. ഇനി വിഷയം തുടങ്ങും. അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം. 4 ഓർക്കണം. അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം, അനുബന്ധ ചതുഷ്ടയം. മുക്തൻ ഈ ഗ്രന്ഥത്തിന് അധികാരിയല്ല. പൂർണ്ണബദ്ധനും ഈ ഗ്രന്ഥത്തിന് അധികാരിയല്ല. കാരണം രണ്ടുപേർക്കും ജിജ്ഞാസ വേണ്ട. മുക്തൻ ജിജ്ഞാസ ശമിച്ചവനാണ്. ഇനി ഒന്നും അവന് ജിജ്ഞാസയില്ല. ലോക ഉപകാരാർത്ഥം ഇനിയും അവൻ സ്വാധ്യായം ചെയ്തേക്കാം. അതുകൊണ്ട് മുക്തന്മാരൊന്നും ഇതിന് അധികാരികളല്ല. അവർക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം.
അവരെ കണ്ടു പഠിക്കരുത്. അവരുടെ ചെയ്തികളെ നോക്കി മുക്തന്റെ ചെയ്തികളൊന്നും നമുക്ക് പഠിക്കാവുന്നതും ഇപ്പോൾ ഉൾക്കൊള്ളാവുന്നതുമല്ല. ബദ്ധന്റെ തലത്തിൽ നിന്ന് നമ്മൾ വിടുകയും ചെയ്തു. കാരണം നമുക്ക് ദുഃഖമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ബദ്ധന് ദുഃഖമില്ല. എത്ര കർമ്മത്തിൽ വ്യാപരിച്ചാലും അവന് വിവരമില്ല. അവന് കർമ്മത്തിൽ നിന്ന് കർമ്മമൊന്നേ ഉള്ളൂ. ആരെങ്കിലും രണ്ട് തെറി പറഞ്ഞാലും അവന് പ്രശ്നമൊന്നുമില്ല. അവൻ കേൾക്കുന്നില്ല പറയുന്നതൊന്നും. പൂർണ്ണബദ്ധന് യാതൊരു ജിജ്ഞാസയുമില്ല, യാതൊരു പ്രശ്നങ്ങളുമില്ല. അവന്റെ ജീവിതം തുടങ്ങുന്നത് ചെയ്തു തീർക്കാൻ മാത്രമുള്ളതാണ്. അതിന്റെ പ്രത്യാഘാതങ്ങളും അവന് പ്രശ്നമല്ല, അതിന്റെ മേന്മകളും അവന് വലിയ നേട്ടമല്ല. അപ്പൊ അവനും ഇതിനധികാരിയല്ല. ഈ കർമ്മരംഗത്ത് കർമ്മകലാപങ്ങളിൽപ്പെട്ട് വീണ്ടും വീണ്ടും അതിന്റെ വിഘ്നങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് എന്ന് തിരിഞ്ഞു നിന്ന് ചോദിച്ച് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യത്തിൽ ജിജ്ഞാസ വരുന്നവൻ മാത്രമാണ് ഇതിനധികാരി. വന്നിട്ടുണ്ടെങ്കിലേ പഠിക്കാവൂ, ഇല്ല പഠിക്കരുത്. ജിജ്ഞാസ ഇല്ലെങ്കിൽ ഈ പുസ്തകമൊന്നും പഠിക്കാൻ പോകരുത്. ആർത്തി തീരുന്നവരെ പ്രപഞ്ചത്തിൽ കിടന്ന് മുങ്ങുക, അതിനുള്ള സഹായം തേടുക അറിവുള്ളവരിൽ. ഈ കുറെ കൂടെ കാര്യങ്ങൾ വേണം. അതിനൊരു അനുഗ്രഹം അത്രേ വേണ്ടൂ. അതിനൊരു മെഴുകുതിരി കത്തിച്ചാൽ പരിപാടി തീരുന്ന കാര്യമേ ഉള്ളൂ. ഇതല്ല, ഇത് മെഴുകുതിരി കത്തിച്ചാലും തീരുക. കാരണം കത്തിക്കുമ്പോഴും സംശയം ഉണ്ടാവും. ഈ കത്തിക്കുന്നതുകൊണ്ടും പ്രയോജനമുണ്ടോ, ഇതിന്റെയും കാര്യം പോയെന്നല്ലേ ഉള്ളൂ. അവിടെ ജിജ്ഞാസ ശാന്തമാകാതെ സമാധാനം കിട്ടില്ല. വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു, യുക്തികൾ ഉറച്ചിട്ടുമില്ല. മനസ്സിലായോന്നറിയില്ല. കുറെ കാലം കൊണ്ടുനടന്ന എല്ലാ വിശ്വാസങ്ങളും നഷ്ടപ്പെട്ടു. എന്നാൽ സ്വന്തം യുക്തിക്ക് ഉറപ്പുണ്ടോ? അതൊട്ടില്ലത്. യുക്തിയും വിശ്വാസവും കൈവെടിഞ്ഞ മനുഷ്യന് എന്താണ് പ്രപഞ്ച രഹസ്യമെന്ന് വർത്തും തന്നോട് ചോദിക്കുന്നൊരവസ്ഥയുണ്ടാവും. അവിടെ ഏത് മനുഷ്യനും ഈ രാമനായി മാറും. ഏത് മനുഷ്യനും ഒബ്സഷൻ എന്നോ ഒബ്സസീവ് ന്യൂറോസിസ് എന്നോ കമ്പൾസീവ് ഒബ്സഷൻ എന്നോ ഒക്കെ പറയാവുന്ന ഒരു തലത്തിലേക്ക് മനുഷ്യൻ താൻ തന്നെ സ്വയം നീങ്ങും. ഇതുകൊണ്ട് രാമൻ രോഗിയാണെന്ന് പറഞ്ഞുവെന്ന്, ഒരു മാനസിക രോഗിയായിരുന്നു രാമൻ എന്ന് പറഞ്ഞുവെന്ന് വിചാരിച്ചുകൊണ്ട് നാളെ പോയി രാമന്റെ അമ്പലത്തിലൊന്നും തൊഴരുത്. അത് ആ രാമനല്ല, വേറെ രാമൻ. വ്യക്തമായി ഓർക്കണം. നാളെ ഒരു ചോദ്യം ചോദിക്കരുത്, സ്വാമി ആ രാമന്റെ അമ്പലത്തിൽ നിന്ന് തൊഴുന്നുണ്ടല്ലോ, വഴിപാട് കഴിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ചെയ്യും. ആ രാമൻ വേറെ, ഈ രാമൻ വേറെ. ഇനി അതിനും സംശയം വേണ്ട. ചിലപ്പം കൂട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും പോന്നിട്ട് അവിടെ നിന്ന് കുഴിഞ്ഞു നിന്ന് തൊഴുമ്പോൾ സ്വാമിയെ തട്ടിപ്പാണല്ലോ പറയുന്നത്. രാമൻ ഇതാണെന്ന് പറയാം, അവിടെ തൊഴിൽ. അതെന്റെ രാമൻ, ഇത് പുറത്തെ രാമൻ. മനസ്സിലായെന്നാലേ പ്രത്യേക ഓർത്താലേ പഠിക്കാൻ പറ്റും. ഈ രാമൻ വേറെ, ആ രാമൻ വേറെ. അപ്പൊ അതുകൊണ്ട് രാമൻ ചോദിച്ച് ഈ ചോദ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അധികാരിയാണ്. ഇതിന് നീതിവിധാനമുണ്ട് ഇത് പഠിക്കുന്നതിന്. ഗുരുശിഷ്യ സംവാദ രൂപത്തിലാണ് ഇത് പഠിക്കുന്നത്. ഇനി ഇതിലെ വിഷയം ബ്രഹ്മവിദ്യയാണ്, ആത്മവിദ്യയാണ്. കാരണം തുടങ്ങുന്നത് തന്നെ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആ മുൻപ് പറഞ്ഞ ബ്രഹ്മത്തെ വ്യവഹാരികൾക്ക് മനസ്സിലാകാൻ പോലും പറ്റുന്ന ഭാഗത്തിൽ മുൻ ശ്ലോകത്തിന് വ്യാഖ്യാനം തന്നെ വസിഷ്ഠൻ വീണ്ടും തരിക. നമ്മളാരും വ്യാഖ്യാനിക്കേണ്ട, അതിനേക്കാൾ നന്നായി തരാമെന്നുള്ള പക്ഷം നോക്കാം. ജ്ഞാതാജ്ഞാനം തഥാജ്ഞേയം ദ്രഷ്ടാദർശന ദൃശ്യഭൂ കർത്താഹേതു ക്രിയായസ്മാത് തസ്മൈ ജ്ഞപ്യാത്മനേ നമഃ. ജ്ഞാത ജ്ഞാനം തഥാ ജ്ഞേയം ദ്രഷ്ട ദർശന ദൃശ്യഭൂ കർത്താ ഹേതുഃ ക്രിയാ ച തസ്മാത് ഭവതി തസ്മൈ ജ്ഞപ്യാത്മനേ നമഃ. ജ്ഞാതാവും അറിയുന്നവൻ ഏത് വിഷയമെടുത്താലും
അതിന് 3 ധ്രുവങ്ങളുണ്ടാവും. ത്രിപുടങ്ങൾ, 3 പുടങ്ങൾ ഉണ്ടാവും. പ്രാചീന പഠനങ്ങളിൽ എന്തെടുത്താലും 3 പുടങ്ങളുണ്ട്. 3 പുടങ്ങളും ചേർത്ത് വെച്ചല്ലാതെ അറിവില്ല. പക്ഷെ നമ്മളെ സംബന്ധിക്കുന്ന ഒരു പുടം മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ പരിമിതി. ഭൂതഭൗതിക വിഷയങ്ങളെ പഠിക്കാൻ ഇറങ്ങി തിരിച്ച നമുക്കെല്ലാം ഒറ്റ പുടമേ ഉള്ളൂ. അതുകൊണ്ടായി ലോകത്തിലെ എല്ലാ പ്രശ്നവും ഉണ്ടാകുന്നത്. അറിയുന്നത് എന്ന് പറയുന്ന ആ പുടത്തിൽ നമ്മളുടെ എല്ലാ പ്രശ്നവും നമ്മൾ ഒതുക്കുകയാണ്. ഞാൻ ഗോപാലനെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഗോപാലൻ എന്ന ഏകധ്രുവമായ അറിവിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതാകെ വിഡ്ഢിത്തവുമാവും.